ലേട്രസോർ ആർട്ടിസ്റ്റിക് ഇൻറ്റൻസ്, അർമാനി സ്ട്രോങ്ങർ വിത്ത് യു ഇൻറ്റൻസ്ലി പെർഫ്യൂമിന്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ ആണത്. അർമാനി സ്ട്രോങ്ങർ വിത്ത് യുവിന്റെ ഇൻസ്പയർഡ് അഥവാ നമ്മുടെ ആർട്ടിസ്റ്റിക് വളരെ പോപ്പുലർ ആണ്. ഒരുപാട് പേര് ചോദിച്ച അല്ലെങ്കിൽ ഒരുപാട് പേര് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് ആണ്. സോ അതിന്റെ ഒരു ഇന്റൻസ് വേർഷൻ ഉണ്ടോ എന്നുള്ളത് എപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. ഇതിൽ തന്നെ നമുക്ക് 4 വേർഷൻസ് വരുന്നുണ്ട്. ഇന്റൻസ്, അബ്സല്യൂട്ട്, പിന്നെ ആർട്ടിസ്റ്റിക് ഏതായിരുന്നു, അതിന്റെ ഒരു ഊത് വരുന്നുണ്ട്, ലെതർ വരുന്നുണ്ട്, പിന്നെ ഇത് ഇന്റൻസ് വരുന്നുണ്ട്, പിന്നെ നോർമൽ സ്ട്രോങ്ങർ വിത്ത്. ഇത്രയും വേർഷൻസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. സോ ഇതെല്ലാം ഒന്നിനൊന്ന് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഫ്രാഗ്രൻസുകളാണ്. സാധാരണ നമ്മുടെ ആർട്ടിസ്റ്റിക്കിനേക്കാൾ കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടുതലാണ് ഇതിന് വരുന്നത്. അപ്പൊ ഇതിന്റെ വൈബ് എന്താ വെച്ചാല് ഇതിലൊരു വെനില നോട്ട്സ് ഉണ്ട്. ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയ ഒരു സിനമൺ പ്ലസ് വെനില കോമ്പിനേഷനിലാണ് ഈ സാധനം വരിക. ഇപ്പൊ ഒരുപാട് കമ്പനികൾ ഇതിന്റെ ഒരു ഇൻസ്പയർഡ് ഇറക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ റീസെന്റ് അർമാഫിന്റെ ഒരെണ്ണം ഇതേപോലെ ഒരെണ്ണം, അർമാഫ് ഓഡിസി അങ്ങനെ എന്തോ ഒരെണ്ണം വാങ്ങിച്ചിരുന്നു. അതും 7ml 300 റുപ്പീസ് ഉണ്ടായിരുന്നു. അതും ഈ ഒരു വൈബ് തന്നെയാണ് വരുന്നത്. ഇതിന് 220 റുപ്പീസ് ആണ് 8ml പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഫ്രാഗ്രൻസ് എന്താ വെച്ചാല് ഇതില് ഫ്രഷ്നെസ് ഉണ്ട്. പിന്നെ ഫ്രഷ്നെസ് വെച്ച് ഭയങ്കര എക്സ്ട്രീം ഫ്രഷ്നെസ് ഒന്നുമില്ല, ചെറിയൊരു ഓപ്പണിങ്ങിലുള്ള ഒരു ഫ്രഷ്നെസ്. പിന്നെ വെനില നോട്ട്സ് ആണ്, സിനമൺ നോട്ട്സ് ആണ്, ചെറിയൊരു ആംബർ ടച്ചും വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പിന്നെ കുറച്ചൊരു സ്പൈസി ഹിൻസ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു സ്വീറ്റ്, സ്പൈസി, സിനമൺ, ആംബർ, വെനില അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻസിൽ വരുന്ന പെർഫ്യൂമാണ്. മാൻലി പെർഫ്യൂമാണ്. ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. ഒരു 2.5 hours പ്രൊജക്ഷൻ ഉണ്ട്. അവിടുന്ന് ഇതിനൊരു 7+ hours ലോഞ്ചിവിറ്റിയും കിട്ടുന്നുണ്ട്. സോ ട്രൈ ചെയ്ത് നോക്കിയോളൂ. വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യും. ഇപ്പോൾ കറന്റ് അത്യാവശ്യം ആളുകൾ വാങ്ങിക്കുന്ന ഒരു പെർഫ്യൂമാണ്. നമ്മുടെ കയ്യിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു കഴിഞ്ഞ ഒരു 4-5 months ഏറ്റവും അധികം എൻക്വയറീസ് വന്ന ഒരു പെർഫ്യൂമും ഇത് തന്നെ ആയിരിക്കും. സോ ട്രൈ ചെയ്ത് നോക്കുക.